ശ്രീലങ്കൻ പരമ്പരയിൽ ഇന്ത്യ നാണം കെട്ടു. ഏകദിന പരമ്പര ശ്രീലങ്ക നേടി. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഏകദിന ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏകദിന ടീമിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. സീനിയർ താരങ്ങൾ പുറത്തേക്ക് പോകാനൊരുങ്ങുകയാണ്. കോച്ച് ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയുമാണ് ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും രാഹുലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്ക്വാഡിൽ 2 കീപ്പർമാരെ ആവശ്യമുണ്ട്. രാഹുലിന് പകരം സഞ്ജുവിനെ തിരിച്ചു വിളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത ഇന്ത്യയുടെ ഏകദിന സീരീസിൽ സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. സഞ്ജു അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ ഈ ഒരു സീരീസിൽ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അതുപോലെ ശ്രേയസിനെയും ഏകദിനത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഋതുരാജിനെ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഏകദിന ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ദ്രാവിഡിനെ പോലെയല്ല ഗൗതം ഗംഭീർ. ഫോമൗട്ടായ താരങ്ങളെ ഉടനെ തന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിന് കളിക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ ഇങ്ങനെ ഫ്ലോപ്പ് ആകുമ്പോൾ പന്തും സഞ്ജുവുമായിരിക്കും വിക്കറ്റ് കീപ്പർമാരായിട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഗംഭീറിനെ സഞ്ജുവിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിന് ഒരു അവസരം കൂടി കൊടുക്കാൻ പോകുന്നത്. സഞ്ജുവിനെ ടെസ്റ്റ് ടീമിലും ഉൾപ്പെടുത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജു ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും കളിക്കും. ശ്രീലങ്കൻ പരമ്പരയോടെ BCCIക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യ മികച്ചൊരു ടീമായിരുന്നു. അവരാണ് ശ്രീലങ്കയെ പോലെ ഒരു ചെറിയ ടീമിനെതിരെ തോറ്റിരിക്കുന്നത്. അതും അവസാന ഏകദിനത്തിൽ നാണം കെട്ടാണ് ഇന്ത്യ കളി തോറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏകദിന ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. രോഹിത് ശർമ്മയടക്കം സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. രാഹുലിനെ ഒഴിവാക്കി സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് രോഹിത് പറഞ്ഞത്. അതുകൊണ്ട് സഞ്ജു ഇനി ഏകദിനത്തിൽ കളിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.